Hi all, welcome back. Language Center Tutorials SSLC Kerala series. As usual, don't forget SSLC materials are available www.languagecenter.in. Visit and download. Okay, now back to the lesson. രണ്ട് ലോസ് ആണ് നമുക്ക് പറയാനുള്ളത്. നാലെണ്ണം പറഞ്ഞതിൽ നിന്ന് പറഞ്ഞത് ഡിഫറൻസ്, ഇൻഡിപെൻഡൻസ്, യൂണിറ്റി, വൺനെസ്. പ്രകൃതിയിലെ നിയമം ഇത് നാലുമാണ്. മനുഷ്യരുടെ സമൂഹത്തിൽ കാണുന്ന ലോ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഈ കോൺട്രാസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഡിഫറൻസ് എങ്ങനെ പ്രകൃതിയിൽ കാണുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡിഫറൻസും യൂണിറ്റിയും എങ്ങനെ കാണുന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്തു. നൗ ടു കോൺസെപ്റ്റ്സ് റിമെയിൻ ദെയർ: ഇൻഡിപെൻഡൻസ്, വൺനെസ്. ഈ പറഞ്ഞതിനോട് റിലേറ്റഡ് ആണ് ഈ വരാൻ പോകുന്ന രണ്ട്. ഇൻഡിപെൻഡൻസ്, നമ്മൾ നേരത്തെ ചില ശബ്ദങ്ങൾ കേട്ടു, ചില ദൃശ്യങ്ങൾ കണ്ടു. ഇതിൽ ഓരോന്നിൻ്റെയും മൂവ്മെൻറ്റ് നമ്മളൊന്ന് എടുത്തു നോക്കുക. ഡസ് എനി വൺ ഇമിറ്റേറ്റ് എനി അതർ തിങ്? നോ. ഓരോ പക്ഷിയും ഓരോ ഇലയും ഓരോ പൂവും സഞ്ചരിക്കുന്നത് അതിൻ്റെ വഴിയിലാണ്. മറ്റൊന്നിനെയും അത് ആശ്രയിക്കുന്നില്ല, മറ്റൊന്നിനെയും അത് അനുകരിക്കുന്നില്ല, മറ്റൊന്നിൻ്റെയും ശാസനകൾ അത് സ്വീകരിക്കുന്നും ഇല്ല. ദാറ്റ് മീൻസ് they behave or they move according to their own intuition. പക്ഷി പാടുന്നു. എങ്ങനെ പാടണമെന്നുള്ളത് സംഗീത ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടല്ല പാടുന്നത്. പക്ഷികൾ ഹോപ്പ് ചെയ്യുന്നു. ആരും പഠിപ്പിച്ചതുപോലെ അല്ല അത് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ്ലി അവരുടേതായ രീതിയിലാണ്. ഇൻഡിപെൻഡൻസ് ഹാപ്പൻസ് when they obey intuition. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. ഇൻറ്റ്യൂഷൻ അനുസരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു പ്രവൃത്തിയാണ്. എന്താണ് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ലളിതമാണ്. ട്യൂഷൻ അല്ലാത്തതാണ് ഇൻറ്റ്യൂഷൻ. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. ട്യൂഷൻ അല്ലാത്തത് ഇൻറ്റ്യൂഷൻ. ആരും പഠിപ്പിച്ചിട്ടല്ലാണ്ട് നമുക്കുണ്ടാകുന്ന ഒരു അറിവുണ്ടെങ്കിൽ, എവിടുന്നും പഠിച്ചതല്ലാതെ നമുക്കുണ്ടാകുന്ന ഒരു അറിവുണ്ടെങ്കിൽ ആ അറിവിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ മിക്കവാറും എല്ലാ ജീവജാലങ്ങളും അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് മൂവ് അക്കോർഡിംഗ് ടു ദെയർ ഇൻറ്റ്യൂഷൻ. നേരത്തെ ബഡ്ഡിങ് ട്വിക്സ് എന്ന് പറയുന്ന ഇങ്ങനെ മുളച്ച് വരണമെന്ന് ഇറ്റ് ഹാസ് നോട്ട് ലേൺഡ് ഫ്രം എനിവെയർ. അല്ല, അപ്പോൾ ഇൻറ്റ്യൂഷനാണ്, സ്വാഭാവികമായ ഒരു പെരുമാറ്റമാണ്. നമ്മൾ വിചാരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പഠിക്കാനാണ്. അല്ല, ഏറ്റവും ബുദ്ധിമുട്ട് പഠിച്ചത് പഠിക്കാതാക്കാനാണ്. അൺലേണിങ് ആൻഡ് ഗോയിങ് ബാക്ക് ടു ദ ഇൻറ്റ്യൂഷൻ, ദാറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. അപ്പോൾ നമുക്ക് ഇൻറ്റ്യൂട്ടീവായുള്ളത് എന്താണോ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്, എസ്പെഷ്യലി ഫോർ എ ഹ്യൂമൻ ബീങ്. ഇൻറ്റ്യൂട്ടീവായത് ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഇനി വൺനെസ്, ദാറ്റ്സ് ഓൾസോ ടു ബി എക്സ്പ്ലെയിൻഡ്. ഏറ്റവും ക്ലിയറായിട്ട് ഈ വൺനെസ്സിൻ്റെ ഒരു തത്വം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റാൻസയുടെ ബിഗിനിങ്ങിലാണ്. ഐ വിൽ റീഡ്: ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മീ, ഇല്ല, ത്രൂ മീ എന്ന് പറയുന്നൊരു മീ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ കവിയാണ് ഉദ്ദേശിക്കുന്നത്, കവി സ്വയം ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ. ദാറ്റ്സ് നമ്പർ വൺ. നമ്പർ ടു, ഹ്യൂമൻ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറി, ഞാൻ ബിലോങ് ചെയ്യുന്ന, ഞാൻ ഉൾപ്പെടുന്ന ദാറ്റ് ഹ്യൂമൻ കാറ്റഗറി, ആ സാമാന്യമായ ഞാൻ എന്ന് പറയുന്ന പ്രത്യേക വ്യക്തി, ആ പ്രത്യേക വ്യക്തി ഉൾക്കൊള്ളുന്ന ജനറൽ കാറ്റഗറി ഹ്യൂമൻ. നമ്പർ ടു. ഇനി നമ്പർ ത്രീ, ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ. നേച്ചറിലെ മറ്റ് ഫെയർ വർക്ക്സ്. ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം, അത് പൂക്കളാവട്ടെ, ചെടികളാവട്ടെ, തടാകങ്ങളാവട്ടെ, നദികളാവട്ടെ, താഴ്വരയാവട്ടെ, വാട്ടെവർ, പ്രകൃതിയുടേതായി നമ്മൾ കാണുന്ന ഈ സുന്ദര വസ്തുക്കൾ എല്ലാം ഫെയർ എന്നുള്ളതിനവിടെ വേണമെങ്കിൽ നമുക്ക് നീതിപൂർവകമായ എന്ന അർത്ഥത്തിൽ എടുക്കാൻ തെറ്റൊന്നുമില്ല.
അത് സുന്ദരമാണ്, നീതിപൂർവകമാണ് എന്ന് പറയാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? ടു ദ ഫെയർ വർക്ക്സ്, ഈ പ്രകൃതിയിലെ ഫെയർ വർക്ക്സിനോട് നേച്ചർ ഹാസ് കണക്റ്റഡ്, ലിങ്ക്ഡ്. എന്തിനാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഹ്യൂമൻ സോളിന്. അപ്പം മനുഷ്യൻ്റെ സോൾ ഈസ് കണക്റ്റഡ്, ഈസ് ലിങ്ക്ഡ് ടു ദ ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ. ദെൻ ദിസ് ഹ്യൂമൻ സോൾ ഈസ് റണ്ണിങ് ത്രൂ മീ. എൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത് ഈ ഒരു ഹ്യൂമൻ സോൾ ആണ്. സോ എന്താണ് ഈ റിലേഷൻഷിപ്പ്? അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ ഞാൻ മറ്റെല്ലാവരിൽ നിന്നും കട്ട് ഓഫായി നിൽക്കുന്ന, സെപ്പറേറ്റായി നിൽക്കുന്ന ഒന്നാണോ? അല്ല. കാരണം ഐ ആം സെയിം ആസ് all other human beings at the soul. അപ്പോൾ വേർഡ്സ്വർത്ത് believed in the existence of soul. ആത്മാവ് എന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിച്ച ആളാണ് വില്യം വേർഡ്സ്വർത്ത്. ആത്മാവുണ്ട് എന്ന് കരുതിയിരുന്ന ഒരാളാണ്. സോ വേർഡ്സ്വർത്ത് പറയുന്നത് എല്ലാ മനുഷ്യരും ശരീരത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്, അപ്പിയറൻസിൽ നമ്മൾ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാ മനുഷ്യൻ്റെയും ഒരു സോൾ ഒന്ന് തന്നെയാണ്. അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു സോൾ, വേറൊരു വ്യക്തിക്ക് വേറൊരു സോൾ എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോൾസ് അല്ല. ശരീരത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആത്യന്തികമായി പറയുമ്പോൾ മനുഷ്യരെല്ലാവരും സെയിം ആണ് എന്നൊരാശയം, വൺനെസ്സിൻ്റെ, ഏകതയുടെ ഒരാശയം പറഞ്ഞു. ഹ്യൂമൻ സോളാണ് മീ, എന്നിലൂടെ ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത്. ഇനി ആ ഹ്യൂമൻ സോൾ ആവട്ടെ, അതും സെപ്പറേറ്റഡ് അല്ല. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു, എങ്ങനെയാണ് അതിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്? എന്തിനോടാണ്? ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ മറ്റ് ഫെയർ വർക്ക്സിനോട് കണക്റ്റഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എല്ലാം ഒന്നാണ്. ഇപ്പോൾ ഡിഫറൻ്റ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞത് ഡിഫറൻ്റ് ആണ്, ഇപ്പോൾ പറയുന്നത് വൺ ആണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ദാറ്റ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ദർ. പക്ഷേ വേർഡ്സ്വർത്ത് ഒരു വൈരുദ്ധ്യത്തെ അംഗീകരിക്കുന്ന ആളല്ല. ഡിഫറൻസും വൺനെസ്സും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. വൈ? ബിക്കോസ് ഡിഫറൻ്റ് ആണ്, പക്ഷേ വൺ ആണ്. എവിടെ ഡിഫറൻ്റ് ആണ്, എവിടെ വൺ ആണ്. നമ്മുടെ അപ്പിയറൻസിൽ നമ്മൾ ഡിഫറൻ്റ് ആണ്, നമ്മുടെ രൂപത്തിൽ നമ്മൾ ഡിഫറൻ്റ് ആണ്, പക്ഷെ നമ്മുടെ സത്തയിൽ നമ്മൾ ഒന്നാണ്. കുറച്ചും കൂടെ ലളിതമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ ഐ ക്യാൻ സൈറ്റ് ഹിയർ. അത് എമേഴ്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട്. ഈ 5 വിരലും ഡിഫറൻ്റാണ്. ഇല്ല, പെരുവിരൽ, ചുണ്ടുവിരൽ, അങ്ങനെ ഓരോന്നാണ്. അതിൻ്റെ ഷേപ്പ് വേറെയാണ്, ഓരോന്നിൻ്റെയും ഫങ്ഷൻ വേറെയാണ്, ഓരോന്നിൻ്റെയും പ്രവൃത്തികൾ വേറെയാണ്. അതെ. എന്നാൽ ഇത് ഓരോന്നും വേറെയായി നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഒരു പെരുവിരൽ ചുമ്മാ റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഇറ്റ് ഈസ് ഓക്വേർഡ്, ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. അതൊരു മോൺസ്റ്റർ ആണ്. അപ്പോൾ ഓരോന്നും അതായിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലായിരിക്കുമ്പോഴാണ്. പെരുവിരലായിരിക്കുന്നത്, പെരുവിരൽ വേറെ തന്നെ റോഡിൽ നിൽക്കുമ്പോഴല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വിരലെന്ന് പറയുന്നത്. അപ്പോൾ ആ വൺനെസ്സിലാണ് കൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ടോട്ടൽ നിർവഹിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനിൽ തന്നെ ഒന്നാണ്. പക്ഷേ ആ ആവാൻ വേണ്ടിയിട്ട് അത് ഡിഫറൻറ്റുമാണ്. ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒറ്റയുമാണ്. ഇതാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രൂപത്തിൽ, കാഴ്ചയിൽ, അനുഭവത്തിൽ അവ വ്യത്യസ്തങ്ങളാണ്. പക്ഷെ അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ സത്യത്തിൽ അതെല്ലാം ഒന്നുമാണ്. ഇങ്ങനെ ഒരു ബന്ധമാണ് പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും തമ്മിൽ ഉള്ളത്. മനുഷ്യനും ആ ഒരു ഏക ലോകത്തിൻ്റെ ഭാഗമാണ് അക്കോർഡിംഗ് ടു ദി നേച്ചർ. പക്ഷേ മനുഷ്യൻ ഈ നിയമത്തെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ഈ കോൺട്രാസ്റ്റാണ് വേർഡ്സ്വർത്തിനെ സാഡ് ആക്കുന്നത്. വെൻ യു റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ, നോക്കൂ, പ്രകൃതിയുടെ ഒരു കാഴ്ചകൾ കാണുമ്പോൾ, ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ pleasant thoughts are inspired in his mind. പക്ഷേ immediately those pleasant thoughts lead him to sad thoughts. ഇത് ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞു. ഈ സാഡ് ആവാനുള്ള കാരണം പ്രകൃതിയെ നോക്കുമ്പോൾ പ്ലസൻറ്റ്,
പക്ഷെ മനുഷ്യനെ നോക്കുമ്പോഴത്തേക്കിന് സാഡ്. രണ്ടാമത്തെ സ്റ്റാൻസയിലും പറയുന്നുണ്ട്, മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മീ, മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനെ എന്താക്കി മാറ്റിയിരിക്കുന്നു. പ്രകൃതിയിലെല്ലാം യൂണിറ്റിയുടെ തത്വമാണ്, എല്ലാം വൺനെസ്സിൻ്റെ തത്വമാണ്. പക്ഷേ മനുഷ്യനോട് ഈ വൺനെസ് കാണിക്കുന്നില്ല എന്നൊരു ധ്വനിയാണ് അവിടെ ഉള്ളത്. മനുഷ്യനോട് ഡിസ്യൂണിറ്റിയുടെ ഒരു ഭാഷയിലാണ് ഇടപെടുന്നത്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മൈ ഹാർട്ട് ഗ്രീവ്ഡ്, ഇറ്റ് വാസ് വെരി സാഡ്. അഗെയിൻ സാഡ്നസ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ സാഡ് തോട്ട്സ് മനുഷ്യനെ പറ്റി പറയുമ്പോൾ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് മച്ച് ഇറ്റ് ഗ്രീവ്ഡ്, അഗെയിൻ റെഫറൻസസ് ടു സാഡ്നസ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ നോക്കുക, ഹാവ് ഐ നോട്ട് റീസൺ ടു ലമെന്റ്, എനിക്ക് വിലപിക്കാൻ കാരണങ്ങളില്ലേ എന്നാണ് ചോദിക്കുന്നത്, ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. വാട്ട് മാൻ ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ അതോർത്ത് വിലപിക്കാൻ എനിക്ക് കാരണങ്ങളില്ലേ എന്ന് ചോദിക്കുന്നു. വീണ്ടും നമ്മൾ ചുരുക്കത്തിൽ മനുഷ്യനെ നോക്കുന്നിടത്ത് എല്ലാം ശരിക്കും സാഡ്, ഗ്രീവ്, ലെമെന്റ്, വിലാപം, ഈ വാക്കുകളാണ് വേർഡ്സ്വർത്ത് ഉപയോഗിക്കുന്നത്. പ്രകൃതിയെക്കുറിച്ച് കാണുമ്പോൾ അങ്ങനെയല്ല. പ്ലസൻറ്റ് തോട്ട്സ്, പ്ലഷർ, ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഹി സേസ്. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇൻഡിപെൻഡൻസ് ആണ്, യൂണിറ്റിയാണ്. ഇൻഡിപെൻഡൻസും യൂണിറ്റിയും ഉള്ളിടത്ത് പ്ലഷർ ഉണ്ടാകും, ആനന്ദമുണ്ടാകും. സോ വി ആർ നൗ കമ്മിങ് ബാക്ക് ടു അനദർ പോയിന്റ്. വേർഡ്സ്വർത്തിൻ്റെ കവിതയിലുടനീളം വേർഡ്സ്വർത്ത് ഒരു ഫിലോസഫി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, ആനന്ദത്തിൻ്റെ ഒരു തത്വചിന്തയാണ്. ഈ കവിതയിൽ നിങ്ങൾ എടുക്കുക, എല്ലാ ജീവജാലങ്ങളും ആനന്ദത്തിലാണ്. ലുക്ക്, ഐ എം ടേക്കിംഗ് വൺ ലൈൻ ഫ്രം third stanza. It's my faith that every flower enjoys the air it breathes. ഇല്ല, ഓരോ പൂവും അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുകയാണ്. അത് ഒരാവശ്യം മാത്രമല്ല, ഒരു ആസ്വാദനം കൂടിയാണ്. അടുത്തത് ത്രിൽ ഓഫ് പ്ലഷർ. എവ്രി മോഷൻ ദേ മെയ്ഡ്, ബേർഡ്സിനെ കുറിച്ചാണ്. എവ്രി മോഷൻ ദേ മെയ്ഡ്, പക്ഷികൾ ഉണ്ടാക്കിയ ഓരോ ചലനത്തിലും എന്താണ്, ഇറ്റ് സീം, അത് തോന്നിപ്പിച്ചത് എന്താണ്, എ ത്രിൽ ഓഫ് പ്ലഷർ ദേ എക്സ്പീരിയൻസ്. അതാണ് പക്ഷികളെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ ബഡ്ഡിങ് ട്വിക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ്, ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ, അവിടെയും ആനന്ദമുണ്ട്, എല്ലായിടത്തും ആനന്ദമുണ്ട്. അപ്പം ആനന്ദം പ്രകൃതിയുടെ അടിസ്ഥാന ഭാവമാണ്. വേർഡ്സ്വർത്ത് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അത് ഒന്നുമില്ല, ഒരു കാഷ്വൽ ലുക്കിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ആ കാലഘട്ടത്തിൽ വേർഡ്സ്വർത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേർഡ്സ്വർത്ത് വരുന്ന ഒരു രാജ്യത്തിൽ ഇത് പറയുമ്പോൾ, ഈ ഒരു ഫിലോസഫി അവതരിപ്പിക്കുമ്പോൾ, ഇറ്റ് വാസ് ആക്ച്വലി എ വെരി റിസ്കി വൺ. കാരണം ദുഃഖത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒരു ഫിലോസഫിയും ധാർമ്മികതയും ഭരിച്ചിരുന്ന ഒരു കാലത്ത്, ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ ആണ് വേർഡ്സ്വർത്ത് പ്രകൃതിയുടെ തത്വം, പ്രകൃതിയുടെ ഭാവം ആനന്ദമാണ്, മനുഷ്യജീവിതം ആനന്ദത്തിലേക്കാണ് പോകേണ്ടത്, ആനന്ദം സാധ്യമാണ് എന്ന് പറയും. അങ്ങനെ ഒരു ഫിലോസഫി അവതരിപ്പിക്കുന്നത് ആ സമയത്താണ്. സോ ഇറ്റ് വാസ് റിസ്കി തിങ് എനിക്ക്. ചുരുക്കത്തിൽ ഇതാണ് വേർഡ്സ്വർത്ത് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പം 4 കോഡുകൾ ഞാൻ പറഞ്ഞു. പിന്നെ പ്രകൃതിയുടെ അടിസ്ഥാന ഭാവം പ്രകൃതിയാണ് എന്നും വേർഡ്സ്വർത്ത് ഈ കവിതയിലൂടെ പറയുന്നു. ഓക്കെ, that's all for this video. Again it will continue. Wait for them. Thank you for listening.